രാജ്യമെമ്പാടും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ വോട്ടിംഗ് സമ്പ്രദായം, അതിന്റെ വിശ്വാസ്യത, നമ്മുടെ ജനാധിപത്യപരമായ സ്വത്വം എന്നിവയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു സുപ്രീം കോടതിയിൽ നടന്നുവരുന്ന വാദപ്രതിവാദങ്ങളാണ്. ബീഹാർ, തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR നടപടികളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്താണ് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ വിഷയത്തിൽ വാദം കേൾക്കുന്നതിനിടെ ഒരു സുപ്രധാന നിരീക്ഷണം നടത്തി. ഈ പ്രക്രിയ ന്യായവും സുതാര്യവുമാണെങ്കിൽ അത് തുടരാം എന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ ഇലക്ഷൻ കമ്മീഷന് ഇത്തരം ഒരു നടപടിക്ക് അധികാരമില്ലെന്ന് തെളിയിച്ചാൽ സ്ഥിതി മാറുമെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നടപടിക്കെതിരെ ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗ്വി, കപിൽ സിബൽ എന്നിവരാണ് ശക്തമായ വാദങ്ങൾ നിരത്തിയത്. സീനിയർ അഡ്വക്കേറ്റ് സിംഗ്വി തന്റെ വാദത്തിൽ ആദ്യം തന്നെ വ്യക്തമാക്കിയത് ഈ SIR നടപടി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. വോട്ടർമാരുടെ പൗരത്വം നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയല്ല. കൂടാതെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 21-ാം വകുപ്പ് സ്പെഷ്യൽ റിവിഷന് അധികാരം നൽകുന്നുണ്ടെങ്കിലും അത് പ്രത്യേക സാഹചര്യങ്ങൾക്കും പ്രത്യേക മണ്ഡലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഒരു സംസ്ഥാനം മുഴുവൻ ഒരേ സമയം നടപ്പാക്കാനുള്ളതല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 75 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും രാജ്യം മുഴുവൻ വോട്ടർമാരെ കൊണ്ട് രേഖകൾ ഹാജരാക്കി പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന മുന്നറിയിപ്പും സിംഗ്വി നൽകി. ഈ നടപടിയിലൂടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പൗരത്വ ട്രൈബ്യൂണൽ പോലെ പ്രവർത്തിക്കുകയാണെന്നും ഇത് അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് പൗരത്വം തെളിയിക്കുന്നതുവരെ രാജ്യത്തെ പൗരന്മാർ താൽക്കാലിക പൗരന്മാരായി കണക്കാക്കപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് വാദിക്കാൻ എഴുന്നേറ്റ കപിൽ സിബൽ ഒരു ഗുരുതരമായ അപകടമാണ് ചൂണ്ടിക്കാട്ടിയത്. നിയമപരമായ പരിശീലനമില്ലാത്ത ഒരു സ്കൂൾ അധ്യാപകനായ ബൂത്ത് ലെവൽ ഓഫീസർ ഒരു വ്യക്തിയുടെ പൗരത്വം നിർണ്ണയിക്കുന്നതാണ് ഈ പ്രക്രിയയിലെ ഏറ്റവും വലിയ അപകടമെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു ഉദ്യോഗസ്ഥൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് നീക്കം ചെയ്താൽ അയാൾക്ക് വോട്ടവകാശം മാത്രമല്ല, സർക്കാർ ആനുകൂല്യങ്ങൾ, ഐഡന്റിറ്റി അവകാശങ്ങൾ, അടിസ്ഥാനപരമായ അന്തസ്സ് എന്നിവയെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും സിബൽ വാദിച്ചു. പൗരത്വം തെളിയിക്കേണ്ട ഭാരം വോട്ടറുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യപരമായ ഘടനയുടെ അടിത്തറ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാദങ്ങൾ കേട്ട ശേഷം യുക്തിസഹവും നടപടിക്രമപരവുമായ നീതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങൾ ഈ വിഷയം പരിശോധിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഡിസംബർ 2-ന് മാറ്റിവെച്ചു. ഇതിനിടെ ഉത്തർപ്രദേശിൽ നടക്കുന്ന SIR പ്രക്രിയയ്ക്ക് 3 മാസത്തെ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയിൽ മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട്. 15.35 കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് 4 ആഴ്ചത്തെ സമയപരിധി അപ്രായോഗികമാണെന്ന് അവർ പറയുന്നു. ഇത് തിരക്ക് കൂട്ടിയുള്ള നടപടികൾക്ക് വഴിവെക്കുകയും തൽഫലമായി നിരവധി പേർക്ക് അന്യായമായി വോട്ടവകാശം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുമെന്നാണ് അവരുടെ പ്രധാന ആശങ്ക. സമയപരിധി നിയമത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതല്ലെന്നും അത് ന്യായവും പ്രായോഗികവും ഏകപക്ഷീയവുമല്ലാത്തതുമായിരിക്കണമെന്നും അവർ വാദിക്കുന്നു. ഈ ചർച്ചകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച ഒരു നിരീക്ഷണം കൂടി ശ്രദ്ധേയമാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പുകൾക്കും ശേഷം പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പോലും EVM വെരിഫിക്കേഷന് വേണ്ടി നിയമപരമായി അപേക്ഷ നൽകിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. പൊതുവിടങ്ങളിൽ EVM ഹാക്കിംഗ് ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും സാങ്കേതിക പരിശോധനയ്ക്ക് ലഭിച്ച നിയമപരമായ അവസരം ആരും വിനിയോഗിക്കാത്തത് EVMകളിലുള്ള വിശ്വാസ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്ന നിരീക്ഷണവും ഈ സാഹചര്യത്തിൽ പ്രസക്തമാകുന്നു.